ഹലോ ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെച്ച് എടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ടിഫിൻ റെഡിയാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും നമ്മൾ ചെയ്യുന്നത് തൊട്ടൊക്കെയുള്ള വീഡിയോസായിട്ട് അതങ്ങ് ഇടാം എന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ട് മോൻ്റെ യൂണിഫോം അയൺ ചെയ്യാനുള്ള പരിപാടിയാണ്. മോൻ അതിനിടയിൽ മദ്രസയിലൊക്കെ ഒന്ന് പോവുകയാണ്. 7:15 വരും. അപ്പോൾ അതിനിടയിൽ ഈ ടൈമിൽ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. ഭയങ്കര നമ്മൾ എയറിൽ നിൽക്കുന്ന ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ മോള് ഉണരാനും പാടില്ല. അങ്ങനെ ഒന്ന് പെട്ടെന്ന് പണികൾ തീർക്കണം. ബ്രേക്ക്ഫാസ്റ്റ്, ചോറ് എല്ലാം റെഡിയാക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മളത് പോയാൽ എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അത് അയൺ ചെയ്യലെല്ലാം കഴിഞ്ഞു. മോന് വരുമ്പോഴേക്കും ആദ്യം തന്നെ അവൻ വന്ന് ഡ്രസ്സ് ഒന്നും കൂടെ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചായ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഇട്ട് വെച്ചു. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ? വേറെ എന്തൊക്കെയാണ്? അപ്പോൾ എൻ്റെ മകൻ വരുന്നത് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അവൻ വരുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ക്യാമറ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടോ. പുള്ളി കണ്ടപ്പോൾ തന്നെ ഓടിപ്പോവുക. അപ്പോൾ കാര്യം വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്നേ, അതങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഞാൻ മോനുള്ളത് മാത്രമേ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കുന്നത്. 2 എണ്ണം തന്നെ കഴിക്കില്ല, 1 എണ്ണം മാത്രമേ കഴിക്കും. നിർബന്ധിച്ചാൽ പകുതിയും കൂടെ കഴിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തി അവനുള്ളത് മാത്രം 2 എണ്ണം എടുത്ത് വേഗം പരത്തിയെടുക്കാം കേട്ടോ. നല്ല ആട്ടപ്പൊടിയാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ചത്. നമ്മളെ റേഷൻ കടയിൽ ആട്ടപ്പൊടിയാണ്. നല്ല പൊടിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ്, നന്നായിട്ട് ഇതായി വരും. ഞാൻ ഈ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് പാലും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. ചെറു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇതെന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തയാണോ എന്നൊന്നും കരുതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അല്ലെങ്കിൽ മോൻ്റെ ടിഫിൻ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ എന്ന രീതിയിൽ അതും കൂടെ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തടയി കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പാത്തി നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി മൊരിയുന്നത് ആളിന് ഇഷ്ടമല്ല. അപ്പോൾ അതനുസരിച്ച് ലൈറ്റായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. എൻ്റെ ബാക്കി ചപ്പാത്തിയുടെ മാവൊക്കെ അടച്ചു വെച്ചു. കാര്യം മോൻ്റെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് മതിയല്ലോ. എഴുന്നേൽക്കുമ്പം തന്നെ ഓട്ടം ഇല്ലാത്ത ദിവസമാണെങ്കിൽ 10 മണിയാവും. ഞാനും ആ ടൈമിലൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ മോള് രാവിലെ ചിലപ്പോൾ പഴമോ ഏത്തപ്പഴമോ അല്ലെങ്കിൽ പിന്നെ ചോറൊക്കെ ആയിരിക്കും അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതേ മോനുള്ള ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ചായയും ഞാൻ ആദ്യം തന്നെ കൊണ്ടുവെക്കണം. അപ്പോൾ അവൻ അത് കഴിച്ചിരിക്കുന്ന ടൈമിലാണ് ബാക്കി ടിഫിൻ്റെ കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ മോന് ടിഫിന് വേണ്ടിയിട്ട് നല്ല നമ്മുടെ ബീട്രൂട്ട് തോരനാണ്. തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പേരി എന്ന് പറയും, ബീട്രൂട്ട് ഉപ്പേരി. ഇത് ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊത്തി അരിഞ്ഞു, അല്ലാണ്ട് ഇതാക്കി എടുത്തതല്ല, കൈകൊണ്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. പിന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തി. വേറെ അതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കില്ല. എരിവ് കുറച്ച് തേങ്ങാ ചമ്മന്തി. പിന്നെ പരിപ്പ് കറി, തൈര് അല്ലെങ്കിൽ സാലഡ് അല്ലെങ്കിൽ പരിപ്പ് കറി അവന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മുട്ട വറുത്തത്, മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ മീൻ വറുത്തതോ മുട്ട വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുത്തിടും. പിന്നെ നാരങ്ങ അച്ചാറും. ഇത്രയാണ് മോന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചോറ് കോരുന്നത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ചോറ് ഇടാൻ സമ്മതിക്കുള്ളൂ, വളരെ കുറച്ച്. പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി ചോറ് കൂടുതലിട്ടു കേട്ടോ. എൻ്റെ പൊന്നോ വൈകിട്ട് വന്നിട്ട് എന്നെ അന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാണ് ഇത്ര ഇട്ടത്, എന്തിനാണ് ഇത്ര ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തോരൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഇതിൽ വെച്ച് കൊടുക്കാനാണ് ഇഷ്ടം കൂടുതൽ. അല്ലെങ്കിൽ ചോറിൽ മൊത്തം ആവുമെന്ന് പറയും. ഇടയ്ക്കൊക്കെ ചോറിലും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചു, നാരങ്ങ അച്ചാർ വെച്ചു, മുട്ട വറുത്തത് വെച്ചു, ചമ്മന്തിയും വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടിഫിൻ ബോക്സിനകത്ത് വെക്കുന്നത്. ഇനി നമുക്ക് അവൻ കൊണ്ടുവന്ന കറി കൊണ്ടുവന്നൊരു ഒരു ബോട്ടിലുണ്ട്, അതിലേക്ക് കുറച്ച് കറി. കാര്യം അത്രയും ചോറിന് അവൻ അത് മതിയാവും. അത് തന്നെ ബാലൻസ് കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ടിഫിനൊക്കെ എല്ലാം എടുത്തു വെച്ചു. ഇനി ഒന്ന് ഫാൻ്റെ മൂട്ടി കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാറ്റ് ഒക്കെ ഒന്ന് ആവി ഒന്ന് പറന്നതിന് ശേഷം മാത്രമേ ഞാൻ അടച്ച് വെച്ചിട്ട് പിന്നെ അത് ഇതാക്കി കൊടുക്കുള്ളൂ. പിന്നെ വെള്ളം തലേ ദിവസം ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കും. പക്ഷേ രാവിലെ ഞാൻ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് മോന് ബോട്ടിലോട്ട് നിറയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മോൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ആൾ ബുക്സൊക്കെ നേരത്തെ ടൈം ടേബിളൊക്കെ എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി നേരം ഫാൻ
ഫാനൊക്കെ ഇട്ട് ആ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എരിവുള്ള ഒരു കറിയും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഉൾപ്പെടെ കറികൾക്കെല്ലാം ഒരുവിധം ലൈറ്റായിട്ടുള്ള എരിവാണ് കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. മോൻ്റെ ടിഫിൻ തയ്യാറാക്കുന്നതിനും അതിലെന്തൊക്കെ കറികളാണ് എടുക്കുന്നതും പിന്നെ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തി വന്നപ്പോൾ ഒരു മോർണിംഗ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ ഉൾപ്പെടുത്താം അല്ലേ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. കാര്യം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആ രീതിയിൽ കിട്ടിയാലല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോവാണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആൾ ഗെയിം കളിക്കാനെന്ന് പറഞ്ഞൊക്കെ എടുത്ത് ഇരുന്നിട്ട് 7:50 കൃത്യം ആൾ പോയിട്ടുണ്ട് കേട്ടോ. പോകുന്ന കാണുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം കേട്ടോ. അതെന്താണെന്നറിയില്ലേ, 10 വയസ്സായി എന്നാലും എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു പിടക്കിലാണ്. പോയിട്ട് ഇനി വൈകിട്ട് വരെ കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു സങ്കടം കേട്ടോ. എന്നാലും ഒരു വിഷമമാണ് ഇത്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പാത്രങ്ങളൊന്നും വാഷ് ചെയ്തിട്ടില്ല. ഇനി മോൾ എഴുന്നേറ്റ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ എഴുന്നേക്കും. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ എല്ലാം ഒന്ന് കഴുകി വെക്കാമെന്നുള്ള രീതിയിലാണ്. എനിക്ക് ഈ പാത്രം അങ്ങനെ സിങ്കിനകത്ത് ഇടുന്ന ഒട്ടും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലോ. പക്ഷേ എനിക്ക് മോന് ടിഫിൻ കൊടുത്ത് വിട്ട് അവനെ വിടുന്നവരെ എനിക്ക് ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി തീരില്ല. നമ്മൾ പാത്രവും കഴുകിക്കൊണ്ടിരുന്ന കൊച്ചിൻ്റെ കാര്യം എങ്ങനെയാണ് ശരിയാവണ? ടൈം ബസ് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് പാത്രമൊക്കെ സിങ്കിനകത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് ഇട്ടേക്കും. അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയൊക്കെ ആയിട്ട് ചുമ കുറയുന്നില്ല കേട്ടോ. ഒരുപാട് ടിപ്പൊക്കെ നോക്കിയായിരുന്നു, ചുക്കുവെള്ളവും ഒക്കെ ആയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒന്നും അങ്ങോട്ട് ബലവത്താവുന്നില്ല, എന്താണെന്നറിയില്ല. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ചാനൽ ഈ ഒരു നിലയിലെങ്കിലും എത്തിച്ചു തന്നത് എൻ്റെ മുത്തുമണികളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസും നമ്മുടെ ഷോർട്സും ഒക്കെ നിങ്ങൾ കാണുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിച്ചാലല്ലേ നമുക്കതനുസരിച്ച് ഓരോന്ന് മാറ്റം വരുത്തണമെങ്കിലും വരുത്താനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ലൈവിനെ സംബന്ധിച്ച് വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡേ ടൈമിൽ മോൾ ഉറങ്ങുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് ലൈവ് ഇടുന്നത്. അല്ലാത്തപ്പം എൻ്റെ ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് രാത്രി 9:30ക്കും 10നും ഇടയിലുള്ള ഒരു ടൈമാണ്. അതും ഞാൻ ഉറപ്പിച്ച് പറയാത്ത എന്നാന്ന് വെച്ചാൽ മോൾ ഉറങ്ങുകയാണെങ്കിൽ അവളുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് കേട്ടോ ഫിക്സഡ് ടൈമായിട്ട് അത് പറയാത്തത്. എങ്കിലും 9:30 to 10 o'clock രാത്രിയിൽ ഞാൻ കയറും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കുഞ്ഞു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, മോൻ്റെ ലഞ്ച് സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. വേറെ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഇന്നലെ തുടച്ചതാണ്, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു 2 ദിവസമായിട്ട് അടുത്ത വീട്ടിലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈച്ചയുടെ ഒരു ശല്യം കയറിയിട്ടുണ്ട്. ഞാനാണ് ഈക്ക പറയണത് എന്നാന്ന് വെച്ചാൽ കൊച്ചിന് മോക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് മധുരമൊക്കെ അവൾ അവിടെ എവിടെയും തേച്ച് പിടിപ്പിക്കുന്ന ഈ ഈച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക കിടന്ന് ബഹളം. ഞാനാണെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഓടി ചെന്ന് നമ്മുടെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് തുടയ്ക്കലാണ്, ഒന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ആദ്യം പെട്ടെന്ന് തന്നെ ഒന്ന് തൂത്തൊക്കെ ഇറക്കി ഉമ്മറമൊക്കെ ഒന്ന് തൂത്തു. പിന്നെ ഇത് അവിടെ സെറ്റിയിൽ ഈ റൈറ്റ് സൈഡിൽ ഒരു സിംഗിൾ സെറ്റിയിൽ മടക്കാനുള്ള തുണികളാണ്, അതുമൊക്കെ മടക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലായിടും ഒന്നൊക്കെ, വലിയ പൊടിയായിട്ടൊന്നുമില്ല. പക്ഷേ ഈച്ച അത് ഭയങ്കര കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നല്ല 8ൻ്റെ പണിക്കാണ് കേട്ടോ വൈറ്റ് ടൈലൊക്കെ ഒട്ടിച്ച് നിൽക്കുന്നത്. എൻ്റെ നടു ഒടിയാറായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദയവായിട്ട് ആരും വൈറ്റ് ടൈൽ എടുക്കരുത് കേട്ടോ. കാണാനൊക്കെ ഭംഗിയുണ്ടോ, കുഞ്ഞു വീടൊക്കെ ആകുമ്പോൾ റൂമൊക്കെ ചെറുതാണെങ്കിൽ ഒരു വലിപ്പമൊക്കെ തോന്നിക്കും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളുടെ നടു ഒടിയണ വകുപ്പായത് ഈ വൈറ്റ് ടൈലെന്ന് പറയുന്നത്. പെട്ടെന്ന് അഴുക്കാവും. പിന്നെ പല്ലി ഒരു വശത്ത്, അത് വേറെ ഒന്നും പറയണ്ട. അപ്പോൾ ഒന്ന് റഫായിട്ടൊക്കെ എല്ലായിടും ഒന്ന് തൂത്ത് വൃത്തിയടിച്ച് മാറാലേ ഒന്നും കൊട്ടാൻ നിന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഒന്ന് ക്ലീൻ ചെയ്തേലല്ലോ. അപ്പോൾ അതിന് മാത്രമുള്ള പൊടിയൊന്നുമില്ല. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഇപ്പോൾ ഈ ഇടയിട്ട് ആ ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഈ ചെതൽപ്പൊടി പോലത്തെ ഒരു മണ്ണ് പോലൊരു സംഭവം ഉണ്ടല്ലോ വീഴുന്നുണ്ട്. അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നും ഇല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിലുണ്ടാവും. ഇതെന്താണെന്നാവോ, പക്ഷേ തടിക്ക് ഒരു ശകലം എന്തോ ആ തടിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ വേഗം ഇച്ചിരി നമ്മുടെ പുൽത്തൈലമൊക്കെ ഒഴിച്ച് ഒന്ന് വേഗം നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഒറ്റ തുടക്കലേ തുടക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ തുടച്ചല്ലേ ഉള്ളൂ. ഈ പുൽത്തൈലത്തിൻ്റെ മണം ഉള്ള അത് ഉണങ്ങുന്ന വരെ ഈച്ച ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ കംബാക്ക് എന്ന് പറഞ്ഞാൽ അതില്ല, ഇങ്ങ് തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു ലോകത്തിൽ, നമ്മുടെ ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.